അടുത്തിടെ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് ബുഷേറിലെ ഇറാൻ ആണവ കേന്ദ്രത്തിലെ ചോർച്ചാ സാധ്യത വിലയിരുത്താൻ നടപടി വേണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയോട് ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം ഭൂകമ്പം ആണവ കേന്ദ്രത്തെ ഒരു നിലക്കും ബാധിച്ചിട്ടില്ലെന്ന് ഇറാൻ വിശദീകരിച്ചു. റിയാദിൽ ചേർന്ന GCC രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും വിദഗ്ധരുടെയും അടിയന്തര യോഗമാണ് ഇറാൻ ആണവ കേന്ദ്രം ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളി ഗൗരവത്തിലെടുക്കാൻ ആണവ സമിതിയോട് നിർദ്ദേശിച്ചത്. ഇതാദ്യമായാണ് ഇറാൻ ആണവ പദ്ധതിക്കെതിരെ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ചു രംഗത്തുവരുന്നതും. ഈ മാസം 9-നാണ് ഇറാനിൽ 6.3 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. അതിന്റെ പ്രകമ്പനം ഗൾഫിലും പ്രകടമായിരുന്നു. ബുഷേർ ആണവ കേന്ദ്രത്തിൽ നിന്ന് 90 കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 40 പേരുടെ മരണത്തിനും 800ഓളം പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ ഭൂകമ്പം ഭാവിയിൽ നിലയത്തിൽ നിന്ന് ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയാണ് അടിയന്തര യോഗം വിളിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത്. സ്വന്തം നിലയ്ക്ക് ആണവ പദ്ധതിയുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് GCC നേതൃത്വം പ്രസ്താവനയിൽ ഇറാനോട് ആവശ്യപ്പെട്ടു. എന്നാൽ GCC പ്രസ്താവനയും മാധ്യമ റിപ്പോർട്ടുകളും ഇറാൻ തള്ളിക്കളഞ്ഞു. മാബിനയിൽ 8 രേഖപ്പെടുത്തുമാറുള്ള കനത്ത ഭൂകമ്പത്തെപ്പോലും മറികടക്കാൻ സാധിക്കുമാറ് സുരക്ഷിതമാണ് ബുഷേറിലെ ആണവ കേന്ദ്രമെന്ന് ഇറാൻ ആണവോർജ്ജ സംഘടനയുടെ ഉപാധ്യക്ഷൻ മുഹമ്മദ് അഹമ്മദിയാൻ പ്രസ്താവനയിൽ അറിയിച്ചു. അടുത്തിടെ നടന്ന ഭൂകമ്പം നിലയത്തെയോ ഇറാൻ ആണവ പദ്ധതികളെയോ ഒരു നിലക്കും ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. MC നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്.